സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 40 ദിവസം നീണ്ട പരസ്യ പ്രചാരണത്തിനൊടുവിൽ കേരളം ഇപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലാണ്. ഈ അവസാന നിമിഷവും വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം. ഈ അവസാന നിമിഷവും അവകാശവാദങ്ങളുമായി മുന്നണികൾ രംഗത്തെത്തുകയാണ്. 20-20 പിടിക്കുമെന്ന് UDF അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. 2004 ആവർത്തിക്കുമെന്ന് പല LDF നേതാക്കളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് NDA ലക്ഷ്യമിടുന്നത്. എന്താകും കേരളത്തിന്റെ മനസ്സിൽ? എന്താകും കേരളത്തിന്റെ ജനവിധി? അടിയൊഴുക്കുകൾ ആർക്കനുകൂലമാകും? നോക്കാം. നമുക്ക് ഒരറ്റത്തുനിന്ന് തുടങ്ങാം. ആജിൻസ്, തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങാം. അവിടെ തെക്കൻ കേരളത്തിൽ നോക്കിയാൽ ശക്തമായ പോരാട്ടം നടക്കുന്നത്, അല്ലെങ്കിൽ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം തിരുവനന്തപുരമാണ്. NDA ലക്ഷ്യമിടുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. എന്താകും സംഭവിക്കുക അവിടെ? അതായത് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. BJPക്ക് കാര്യമായ വോട്ടുള്ള സ്ഥലമാണ്. വോട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണയാണെങ്കിൽ നോക്കുക, അപ്പോൾ 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളിലും ശശി തരൂരായിരുന്നു മുന്നിട്ട് നിന്നത്. നിയമമണ്ഡലത്തിൽ മാത്രമാണ് കുമ്മനത്തിന് കുറച്ച് എഡ്ജുണ്ടായിരുന്നത്. പക്ഷേ ഈ കുറി രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ഒരു സീൻ മാറിയിട്ടുണ്ട്. ആ സീൻ മാറുന്ന വെച്ചാൽ പണത്തിൻ്റെ കുത്തൊഴുക്കാണ്. അപ്പോൾ നിഷാദ് ബിഗ് ഫൈറ്റുമായിട്ട് പോയിട്ട് നിഷാദ് തിരുവനന്തപുരത്ത് പോയി വന്നിട്ട് പറഞ്ഞത് അവിടെ രാജീവ് ചന്ദ്രശേഖർ മയമാണ്. ഫ്ലെക്സുകൾ, ബോർഡുകളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പണം ഇറക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പണമുണ്ട്, അദ്ദേഹത്തിന് ഇറക്കാൻ കഴിയും. പക്ഷേ ഈ തരൂരിനെ സംബന്ധിച്ച്, ശശി തരൂരിനെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹം 3 തവണ തുടർച്ചയായി MP ആയി. അപ്പോൾ ഒരു വോട്ടർ ഫാറ്റീഗ് ഉണ്ടാവും. വോട്ടർമാർക്ക് ഇങ്ങനെ ഒരാൾക്ക് തന്നെ വോട്ട് ചെയ്ത് ഒരു മടുപ്പ് വരും. അപ്പോൾ ആ മടുപ്പിനെ മറ്റു മുന്നണികൾ എങ്ങനെ മുതലെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ തരൂരിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു മികച്ച പാർലമെൻറ്റേറിയനാണ് അദ്ദേഹം. മികച്ച ഒറേറ്ററാണ്, പണ്ഡിതനാണ്, എഴുത്തുകാരനാണ്, വിശ്വപൗരനാണ്. തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒരു സാധാരണ വോട്ടർക്ക് ഞങ്ങളുടെ MP ഇയാളാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കാവുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു എഡ്ജ്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ മൂലം ചില പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു. അതായത് ഫലസ്തീൻ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട്, അതുപോലെ ബാബരി മസ്ജിദ് വിഷയത്തിൽ അദ്ദേഹം നടത്തിയൊരു അഭിപ്രായ പ്രകടനം. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരൂരിനെ സംബന്ധിച്ച് ഈ പ്രചാരണം കഴിയുമ്പോൾ ഒരു എഡ്ജുണ്ട്, ഇപ്പോഴും എഡ്ജുണ്ടെന്ന് പറയാൻ കഴിയും. അതേസമയം രാജീവ് ചന്ദ്രശേഖർ ഉയർത്തുന്ന വെല്ലുവിളി യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് തന്നെയാണോ? അതായത് നമ്മൾ കാഴ്ചയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും, മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ഫ്ലെക്സുകളുണ്ട്. പക്ഷെ അത് വോട്ടായി മാറുമോ എന്നുള്ളത് നമുക്ക് ഇലക്ഷൻ വോട്ടെണ്ണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഒന്ന്, രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ സുപരിചിതനല്ല. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു. ബിസിനസ്സുകാരൻ പൊളിറ്റിക്സിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ച് രാഷ്ട്രീയത്തിൽ വന്ന ഒരാളാണ്. വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്രമന്ത്രിയായി. അദ്ദേഹം അങ്ങനെ ഒരു ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിച്ചിട്ടുള്ള നേതാവോ ഏതെങ്കിലും സമരം ചെയ്ത ആളോ കുറഞ്ഞ പക്ഷം ഒരു പ്രാസംഗികം പോലും അല്ല. അപ്പോൾ BJP സംബന്ധിച്ച് ക്രൗഡ് പുള്ളർ ആവണമെങ്കിൽ കുറച്ച് ഇൻഫ്ലമേറ്ററി ആയിട്ട് പ്രസംഗിക്കുമെങ്കിലും വേണം. അങ്ങനെ പ്രസംഗിക്കുന്ന ആളല്ല. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിൽ മന്ത്രിസഭയിൽ വന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു ക്രൗഡ് പുള്ളറേ അല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ മണ്ഡലത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ഈ പറയുന്ന പോസ്റ്റർ പ്രളയം അത് വോട്ടായി മാറുമോ? അദ്ദേഹത്തിൻ്റെ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായ ആളുകൾ വോട്ട് ചെയ്യുമോ? തിരുവനന്തപുരത്ത് BJP കിട്ടുന്ന വോട്ട് അവിടെ കിട്ടുന്ന സ്ഥാനാർത്ഥി കിട്ടുന്ന വോട്ട് കൂടിയാണ്. പ്രത്യേകിച്ച് O രാജഗോപാൽ എന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാക്കിയെടുത്തൊരു വോട്ട് ബാങ്ക്, പിന്നീട് അത് കുമ്മനം നിലനിർത്തിയ വോട്ട് ബാങ്ക്, അത് രാജീവ് ചന്ദ്രശേഖർ നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ക്വസ്റ്റ്യൻ പോലും നമുക്കിപ്പോൾ ഉത്തരം പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. പക്ഷെ എങ്കിൽ പോലും തിരുവനന്തപുരം തരൂരിന് ഒരല്പം എഡ്ജ് ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. മറ്റു മണ്ഡലങ്ങളോ? കൊല്ലം, ആറ്റിങ്ങലൊക്കെ എടുത്താൽ ആറ്റിങ്ങലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രവചനാതീതമാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്ഥലം. കാരണം അവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ്. മറ്റൊന്ന്, ഒരു മികച്ച സംഘാടകനാണ് LDFന്റെ സ്ഥാനാർത്ഥി വി ജോയ്. മികച്ച സംഘാടകനാണ്. മറുവശത്ത് UDFന്റെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ആണെങ്കിൽ ഒരു മികച്ച എലക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ഷൻ മാനേജ്മെന്റ് വിദഗ്ധനാണ്. തെരഞ്ഞെടുപ്പ് എങ്ങനെ ജയിക്കണം എന്നറിയാവുന്ന ഒരാളാണ് അടൂർ പ്രകാശ്. അപ്പോൾ അടൂർ പ്രകാശും വി ജോയും തമ്മിലുള്ള മത്സരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 2 ജയൻസ് തമ്മിലുള്ള മത്സരമാണ്. കാരണം തുല്യ ശക്തികൾ എന്നൊക്കെ പറയാവുന്ന 2 ജയൻസ് തമ്മിലുള്ള മത്സരമാണ്. അവർ ആ മണ്ഡലത്തിൻ്റെ ഹൃദയം അറിഞ്ഞ് കളിക്കാറിയാവുന്ന 2 പേര് തന്നെയാണ്. അവിടെയാണ് ഈ വി മുരളീധരനെ പോലെ കുറേ കൂടി ഒരു സ്ട്രോങ്ങർ കാൻഡിഡേറ്റിനെ BJP പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാണ്ടായി കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനാണ് അവിടെ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചത്. അവിടെ BJPയുടെ വോട്ട് 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് പിടിച്ചൊരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചതാണ്. അത് നിലനിർത്തുക എന്നുള്ളത് വി മുരളീധരനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം ആ ബെഞ്ച് മാർക്കിൽ നിന്ന് കൂടുതൽ വോട്ട് ഉയർത്തുക എന്നതും അതിൽ നിന്ന് കുറഞ്ഞു പോകാതെ നോക്കുക എന്നുള്ളതും വി മുരളീധരനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള കേസാണ്. അപ്പോൾ അവിടെയാണ് ഇന്ന് രാവിലെ വി ജോയ്, ഇന്ന് നിശബ്ദ പ്രചാരണത്തിനിടെ വി ജോയ് നമ്മളോട് പറഞ്ഞത് അവിടെ UDF BJP
വോട്ട് കച്ചവടം ഞാൻ സംശയിക്കുന്നുണ്ട് എന്ന് LDF സ്ഥാനാർത്ഥി പറയുകയാണ്. അത് ചില സൂചനകൾ നൽകുന്നുണ്ട്. കാരണം ഇന്നത്തെ ദിവസവും ഇന്നലെയൊക്കെ ആയിട്ട് നടക്കുന്ന എന്തെങ്കിലും അടിയൊഴുക്കുകളെ കുറിച്ചാണോ വിജോയ് മുന്നറിയിപ്പ്? കാരണം വിജോയ്ക്ക് ആ മണ്ഡലം നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അങ്ങനെ അടിയൊഴുക്കുണ്ടാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വി മുരളീധരൻ്റെ വോട്ട് ഒഴുകി UDF പോകുന്നുണ്ടോ? ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കേസാണ്. അതുകൊണ്ട് തന്നെ മുരളീധരനെ സംബന്ധിച്ച് ഇതൊരു ചലഞ്ചാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം വോട്ട് കുറയാൻ പാടില്ല. ഈ പറയുന്ന വിജോയ് ആരോപിക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നടന്നു കഴിഞ്ഞാൽ ഒന്ന് മുരളീധരന് വലിയ തിരിച്ചടിയായിരിക്കും, മറ്റൊന്ന് വിജോയ്ക്കപ്പുറത്തേക്ക് ഇലക്ഷൻ മാനേജ്മെന്റിൽ വിദഗ്ധനായ അടൂർ പ്രകാശ് എങ്ങനെയാണ് ഏത് മേഖലകളിൽ നിന്നാണ് വോട്ട് സമാഹരിക്കുക എന്നുള്ളതും ആറ്റിങ്ങലിലെ മണ്ഡലത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. കൊല്ലത്തെ സംബന്ധിച്ചാണെങ്കിൽ പ്രേമേന്ദ്രൻ വളരെ സുപരിചിതനാണ് ആ മണ്ഡലത്തിൽ. പിന്നെ ഒരു പാർലമെന്റേറിയൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹം മോശക്കാരനാണെന്ന് ആരും പറയില്ല. അപ്പോൾ പ്രേമേന്ദ്രനെ പറ്റി LDF ഉന്നയിക്കാൻ കഴിയുന്ന ആക്ഷേപങ്ങൾ അദ്ദേഹം മോദിയോട് കുറച്ച് സോഫ്റ്റ് കോർണർ ഉള്ള ആളാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കൊല്ലം ബൈപ്പാസിന് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് CPM ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കേന്ദ്ര സർക്കാരിനോടുള്ള മോദിയോടുള്ള സമീപനത്തിൽ അദ്ദേഹം കുറച്ച് സോഫ്റ്റാണ്. പ്രത്യേകിച്ചും മോദി ലഞ്ച് കഴിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പോയി. പ്രേമേന്ദ്രൻ അതൊക്കെ ചെയ്യുന്നത് വെറുതെയാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ഒരു ഫാഷിസത്തോടെ ഏതെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ ഈ പറയുന്ന ചില ജസ്റ്റേഴ്സ്, അതായത് പ്രധാനമന്ത്രിയെ കൊണ്ട് തന്നെ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യണം, അതിന് പിണറായി പാടില്ല, ഞാൻ മറ്റാരേക്കാളും വലിയ പിണറായി വിരുദ്ധനാണ് എന്ന് സ്വന്തം മണ്ഡലത്തിൽ കാണിക്കുക, മറ്റൊന്ന് മോദി ലഞ്ചിന് വിളിക്കുമ്പോൾ പോവുക എന്നുള്ളതൊക്കെ അദ്ദേഹം ആ മണ്ഡലത്തിൻ്റെ പൾസറിഞ്ഞിട്ട് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് ഗുണകരമായി ഭവിക്കുമോ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവുക. അങ്ങനെ ഗുണകരമായി ഭവിച്ചാൽ പ്രേമേന്ദ്രനെ സംബന്ധിച്ച് പേടിക്കാനൊന്നുമില്ല, അങ്ങനെ അവിടെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതല്ല പ്രേമേന്ദ്രനെ കുറിച്ച് CPM നടത്തുന്ന പ്രചാരണം വോട്ടർമാരെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ പ്രേമേന്ദ്രൻ ചിലപ്പോൾ ഇറക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാവേലിക്കരയും ആശങ്കപ്പെടേണ്ടതില്ല, UDF ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയാൻ കാരണം മാവേലിക്കര മണ്ഡലം ഉണ്ടായതിനു ശേഷം കൊടിക്കുന്നിൽ തുടർച്ചയായിട്ട് ജയിച്ച ഒരു സ്ഥലമാണ്. പക്ഷേ ഇക്കുറി ഈ പറയുന്ന ഒരു വോട്ടർ ഫാറ്റീഗ് അവിടെയുണ്ട്. ഒന്ന്, കൊടിക്കുന്നിലൊരു കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ്, പാർലമെന്റിൽ തന്നെ അവരുടെ കക്ഷി ലീഡറൊക്കെയാണ്, വലിയ നേതാവാണ്, ഒരുപാട് 9 പ്രാവശ്യം മത്സരിച്ച് ജയിച്ച ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അപ്പോൾ അങ്ങനെ ഒരു വളരെ സീനിയർ ആയിട്ടുള്ളൊരു നേതാവ്, ആ നേതാവിനോട് പൊതുവെ അദ്ദേഹത്തോട് പ്രത്യേകിച്ച് എന്തെങ്കിലും എതിർപ്പ് വരേണ്ടതില്ല. പക്ഷേ ഈ ആളുകൾക്ക് ഒരാളെ തന്നെ ജയിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്, ഒന്ന് മാറ്റി പിടിച്ചോളാം എന്നൊക്കെ ചില മണ്ഡലങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചു പോയാൽ അത് ബുദ്ധിമുട്ടാവും. പ്രത്യേകിച്ചും അവരുടെ LDF സ്ഥാനാർത്ഥി അരുൺകുമാർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി യുവമുഖമാണ്, എനർജറ്റിക് ആണ്. കൊടിക്കുന്നിലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ്. അത്തരം ചില ദാവീദ് ഗോലിയാത്ത് പോരാട്ടങ്ങളൊക്കെ നമ്മൾ ഇലക്ഷനിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രവചനാതീതമാണ്. പക്ഷേ കൊടിക്കുന്നിലിനെ സംബന്ധിച്ച് കുറേ കൂടി സെക്യൂറാണ് മാവേലിക്കര മണ്ഡലം. പക്ഷേ എങ്ങനെയാണ് മാറി ചിന്തിക്കുക, എന്ത് ഫാക്ടറിലാണ് മാറി ചിന്തിക്കുക എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല മാവേലിക്കര. കാരണം അവസാന നിമിഷം പോലും നമ്മുടെ റിപ്പോർട്ടർമാർ പറയുന്നത് വെച്ചാൽ മാവേലിക്കര പഴയതുപോലെയല്ല, ആളുകൾ ചിലപ്പോൾ തിരിച്ച് ചിന്തിച്ച് കളയാം എന്നൊരു ഫീല് അവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്നാണ് നമ്മുടെ റിപ്പോർട്ടർമാർ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു എഡ്ജ് കൂടുതൽ കൊടിക്കുന്നിൽ സുരേഷിനെയാണ്. യെസ്, നിഷാദ്, പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് BJPയും LDFും തമ്മിൽ, NDAയും LDFും തമ്മിലാണ് പോരാട്ടമെന്നാണ്. അതിനെതിരെ വലിയ വിമർശനമൊക്കെ വന്നു കഴിഞ്ഞു. എന്ത് തോന്നുന്നു, അവിടെയുള്ള ഒരു പോരാട്ടത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ദിവ്യ, ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ ഏറ്റവും വലിയ പോരാട്ടം BJP നടത്തുന്ന മണ്ഡലം തിരുവനന്തപുരം. ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നതോ ആറ്റിങ്ങലിൽ വി മുരളീധരൻ മത്സരിക്കുന്നതോ അല്ലെങ്കിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതൊന്നുമല്ല. മറിച്ച് BJP അവരുടെ ഇപ്പോഴും ആത്മവിശ്വാസത്തോടെ ഒരു ഫൈറ്റ് എടുക്കുന്ന സ്ഥലം തിരുവനന്തപുരമാണ്. അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും, വിജയം രുചിക്കാൻ കഴിയുമെന്ന് അവരിൽ ചിലരെങ്കിലും വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ള പ്രാധാന്യം തിരുവനന്തപുരത്തിനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ പോലെ BJPക്ക് ഏറ്റവും ഹോപ്പ്ഫുൾ ആയിട്ടുള്ള വോട്ടിംഗ് പാറ്റേണിൻ്റെ ചരിത്രമുള്ള, അവർക്ക് വോട്ടുള്ള, ഇപ്പോൾ നഗരസഭയിലൊക്കെ ഉള്ള വോട്ടിംഗ് നമ്മൾ കണ്ടുള്ള, അപ്പോൾ ആ നിലയ്ക്ക് അവർക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്ന സ്വഭാവം ആ മണ്ഡലത്തിനുണ്ട്. നിയമസഭ തന്നെ നമുക്കറിയാവുന്ന ആദ്യത്തെ ഓപ്പണിംഗ് തിരുവനന്തപുരത്താണ് അവർക്ക്. അതിൻ്റെ പിന്നാലെ ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മുതലാളിമാരിൽ ഒരാൾ മത്സരിക്കുന്നു. അയാളുടെ കയ്യിൽ പൈസ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇപ്പം നിങ്ങൾ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് വെറുതെ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്രവേശിച്ചൊരു റൗണ്ട് പൂർത്തിയാക്കി തിരിച്ചിറങ്ങും നിങ്ങൾക്ക് മനസ്സിലാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ചിരിക്കുന്ന വ്യവസ്ഥയുടെ എത്രയോ 10 മടങ്ങ് പണം ഇതിനകത്ത് ഒഴുകിയിട്ടുണ്ട്. പ്രചരണത്തിന് മാത്രത്തിന് കാര്യം ഞാൻ പറയുന്നത്, വേറെയും കാര്യമുണ്ട്. ഇപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട് പലയിടത്തും, ഇപ്പോൾ ഇന്നലെ കോൺഗ്രസ് അവരുടെ ട്വിറ്റർ ഹാൻഡിൽ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആർക്കാണ് അണ്ണാ നിങ്ങൾ വോട്ട് ചെയ്യുക? പന്ന്യനും ശശി തരൂരും അല്ലാതെ വേറൊരാൾ മത്സരിക്കുന്നുണ്ടല്ലോ അവിടെ, അതായത് ചോദിക്കുമ്പോൾ അപ്പോൾ ഇയാൾ പറഞ്ഞത് എനിക്കറിയില്ല, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? ഞാൻ BJPക്കാണ്. എത്ര രൂപ വന്നു? 5000 രൂപ വന്നു. വളരെ പെട്ടെന്ന് അയാൾ പറയണം 5000 രൂപ വന്നു. ഒരാൾക്ക് കൊടുത്ത പൈസയെക്കുറിച്ച് അയാൾ പറയാണ്, ഒരാൾക്ക്.
അങ്ങനെ പല സ്ഥലങ്ങളിൽ പൈസ കിട്ടിയതിനെക്കുറിച്ച് ആളുകൾ പലതരത്തിലുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഒരു വീട്ടിൽ പോയിട്ട് ഇത്ര രൂപ കൊടുക്കുന്നു, എന്നിട്ട് നിങ്ങൾ മൊത്തം ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബത്തിന് ആളുകളുടെ വോട്ട് മാത്രം ഉറപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന തരത്തിൽ ആളുകൾക്ക് പണം വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ള ആക്ഷേപം വളരെ സീരിയസ് ആയിട്ട് BJP ക്യാമ്പിനെ കുറിച്ച് അവിടെ ഉണ്ട്. അപ്പോൾ ആരോപണം വിശ്വസിക്കാൻ തോന്നും. കാരണം അത്രയും പണം അല്ലാതെ തന്നെ എല്ലാം ഈ 3D ഫ്ലെക്സുകൾ അടങ്ങിയിട്ടുള്ള വൻതോതിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. വെറുതെ ഒന്ന് നടക്കുമ്പോൾ തന്നെ അത് തോന്നും. മനസ്സിലാവും. അത്രയും പൈസ അവിടെ BJP ചെലവഴിക്കുന്നുണ്ട്, ആളുകളെ സ്വാധീനിക്കാനും ഒപ്പം ആളുകളെ കയ്യിലെടുക്കാനും. അപ്പോൾ അതുകൊണ്ട് BJPക്ക് ഒരു പ്രതീക്ഷയുള്ള സ്ഥലമാണ്. പക്ഷേ BJPക്ക് ജയം രുചിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇപ്പം ആദ്യത്തെ ഒരു സീൻ നോക്കുകയാണെങ്കിൽ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥിരം വോട്ട് ബാങ്കിൽ ചില വിള്ളലുണ്ടാക്കാൻ ശേഷിയുള്ള ചില കുഴപ്പങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരുന്നു. ബാബരി മസ്ജിദ് വിഷയത്തിലെടുത്ത പൊസിഷൻ, അല്ലെങ്കിൽ അദ്ദേഹം ഹമാസ് വിഷയത്തിലെടുത്ത പൊസിഷനൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പോൾ അത് തരൂരിനെ ഒന്ന് ബാക്ക് ഫുട്ടിലാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്ന അവസാനത്തെ ഒരു പിക്ചർ എന്താണെന്ന് ചോദിച്ചാൽ BJP വിജയിക്കാൻ പോകുന്നു എന്ന നില വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. മതനിരപേക്ഷ വോട്ടിൻ്റെ, മൈനോറിറ്റി വോട്ടിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ തരൂരിൻ്റെ കാര്യത്തിൽ മൈനോറിറ്റി ഐ തിങ്ക് തുടക്കത്തിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു. തരൂർ വിജയിക്കേണ്ട ആളാണോ, തരൂർ എടുക്കുന്ന പൊസിഷൻസിന് അദ്ദേഹത്തെ പണിഷ് ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു മതനിരപേക്ഷ വോട്ട് ബാങ്ക് ഉണ്ട്. പക്ഷെ അവർ യഥാർത്ഥ ത്രെട്ട് ഉദയം ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ഫൈനലി എന്തൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും തരൂരിന് വോട്ട് ചെയ്യാം, തരൂരിനെ ഇക്കാലം അത്രയും വിജയിപ്പിച്ചുകൊണ്ടിരുന്ന വോട്ട് ബാങ്ക് ഡിസൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ അവിടുത്തെ മൂഡ് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ തരൂർ ഇത്തവണയും എന്തൊക്കെ തരത്തിലുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ തരൂരിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഘടകം അവിടെ ഉണ്ട്. പിന്നെ CPM-നെ സംബന്ധിച്ചും തിരുവനന്തപുരത്ത് ആദ്യമായി ഒരു BJP സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് വിജയിക്കുക എന്നത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇപ്പോൾ മതനിരപേക്ഷ മനസ്സുകളുള്ള മനുഷ്യന്മാർക്ക് മുഴുവൻ അത് ഡിസ്റ്റർബിംഗ് ആയിരിക്കും. CPM-നെ പോലൊരു പാർട്ടി, ആ പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ത്രെട്ടാണത്. കാരണം അവിടെ 7 നിയമസഭാ മണ്ഡലമുള്ള ഒരു ലോക്സഭയിൽ ഒരാൾ ജയിക്കുക എന്ന് വെച്ചാൽ പിന്നെ ഒരു വല്ലാത്ത വാതിൽ തുറക്കലായിരിക്കും. അതുകൊണ്ട് അവരവിടെ സ്ട്രാറ്റജിക്കലി എടുക്കാൻ പോകുന്ന പൊസിഷൻ എന്താണ് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. അതർവൈസ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഒറ്റ നോട്ടം നോക്കുകയാണെങ്കിൽ അത് എന്താണ് പറയുക, തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് ഹോപ്പ്ഫുൾ ആണെന്ന് തോന്നുന്നു. ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങലിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ജോയിയുടെ ഒരു എഡ്ജ് കാണാൻ പറ്റും പ്രചരണത്തിലും. ഒപ്പം തന്നെ അദ്ദേഹം വളരെ സ്വീകാര്യനായിട്ടുള്ള ഒരാളാണ് അവിടെ നമുക്കറിയാം. ആ നിലയ്ക്കുള്ള CPM-ൻ്റെ മെക്കാനിസം മുഴുവൻ തിരുവനന്തപുരത്ത് CPM-ൻ്റെ മെക്കാനിസം അത്രയും പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നില്ല. CPM-ൻ്റെ എൻറ്റയർ മെക്കാനിസം ജോയ് അണ്ണന് വേണ്ടിയാണ് ആറ്റിങ്ങലിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നേട്ടം അവർക്കുണ്ട്. ഇപ്പോൾ റഹീം MP-ക്കാണ് അതിൻ്റെ പൂർണ്ണ ചുമതല കൊടുത്തിരിക്കുന്നത്. അവർ 24 hours അവിടെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള പണം ഇവിടെ ഉണ്ട്. കാരണം അവരുടെയും VIP സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സ്ഥലമാണ് ആറ്റിങ്ങൽ BJP-യുടെ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പണത്തിൻ്റെ ഒഴുക്കുണ്ട്. പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനമൊക്കെ അവിടെ കാണാം എന്നുള്ള ആരോപണമുണ്ട്. സംഘടനാ മെക്കാനിസം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ശോഭാ സുരേന്ദ്രൻ 2 ലക്ഷത്തിലധികം വോട്ട് നേടിയ വലിയൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയ മണ്ഡലമാണ്. അവിടെ അത് ഉയർത്താൻ കഴിഞ്ഞാൽ വിജയത്തിലേക്ക് സ്പർശിക്കാൻ കഴിയുമെന്നാണ് മുരളീധരൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മുരളീധരൻ അങ്ങനെ വിജയിച്ച് കാണാൻ ആഗ്രഹിക്കാത്തവരുടെ പട്ടികയിലുള്ളത് ജോയിയും അടൂർ പ്രകാശും മാത്രമല്ല, ശോഭാ സുരേന്ദ്രനുണ്ട്. കാട്ടാക്കട അടക്കമുള്ള മണ്ഡലം ഇങ്ങനെ കിടക്കുന്ന ആറ്റിങ്ങലിൽ അവിടെ ആരുണ്ട്? നമ്മുടെ BJP-യിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓപ്പണൻസ് ആയിട്ടുള്ള ആളുകൾ, വേറെ എതിരാളികളായ ആളുകൾ അവിടെ വേറെ ഉണ്ട്. അപ്പോൾ അവരുടെ പണി എടുക്കുന്നുണ്ടെന്നാണ് നമ്മൾ അവിടെ പോയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ആ പണി സ്വാഭാവികമായിട്ടും മുരളീധരനെ ഡിസ്റ്റർബ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. എനിവേ BJP കഴിഞ്ഞ തവണത്തെ വോട്ട് ആ നിലയ്ക്ക് പിടിക്കുക കൂടി ചെയ്താൽ ജോയിയുടെ വിജയം ഏതാണ്ട് ഉറപ്പാണ്. അതേസമയം കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ വന്നു, ഇത്തവണ ശോഭാ സുരേന്ദ്രനല്ല. ശോഭാ സുരേന്ദ്രന് ഉള്ള ഒരു ആനുകൂല്യവും സ്നേഹവും വികാരപരമായ ബന്ധമൊന്നും വേണ്ട എന്ന ആളുകൾ തീരുമാനിക്കുകയും ആ വോട്ട് അടൂർ പ്രകാശൻ ചെയ്തേക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്താൽ ജോയിയുടെ കാര്യം പ്രയാസത്തിലാവും. അതുകൊണ്ട് BJP അവരുടെ വോട്ട് നിലനിർത്തുന്നുണ്ടോ എന്നത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിരിക്കും ഇവിടുത്തെ വിജയം നിർണ്ണയിക്കുന്നതിൽ. അതർവൈസ് അടൂർ പ്രകാശിൻ്റെ സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്കിപ്പോൾ ടൈറ്റ് ഫൈറ്റ് ആണല്ലോ. അപ്പം മുരളീധരനെ സംബന്ധിച്ചും BJP-യെ സംബന്ധിച്ചും അവർക്ക് ഒരു വോട്ടും പാഴാക്കാനോ വിട്ടുകളയാനോ മോഹമില്ല. കാരണം അവർ അത്രയും ഫൈറ്റ് എടുക്കുകയാണ്. ആ ഫൈറ്റിൻ്റെ ഒരു ആത്യന്തിക ഫലം ഒരുപക്ഷെ ലെഫ്റ്റിന് ഗുണപ്പെട്ടേക്കാം എന്നാണ്. മാവേലിക്കരയിലേക്ക് വരുമ്പോൾ മാവേലിക്കരയിലും ഒരു മടുപ്പ് ആളുകൾക്കുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം എന്ന് നമ്മൾ പറയുമല്ലോ. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനോട് മാത്രമല്ല, എല്ലായിടത്തും ഉള്ള MP-മാരോടും കാണും. ഈ MP-മാർ കഴിഞ്ഞ 3 തവണ കൊണ്ടും 2 തവണ കൊണ്ടും ഒക്കെ എന്ത് ചെയ്തു എന്ന ചോദ്യം ആൾക്കാർ ചോദിക്കും. ഇവരെ ദേശീയ രാഷ്ട്രീയത്തിലെടുത്ത പൊസിഷൻ എന്താണെന്ന് ചോദിക്കും. ഇവിടെ കൊണ്ടുവന്ന എന്താണ്? ഹൈമാസ് ലൈറ്റുകൾ മാത്രമാണോ? വേറെ എന്തെങ്കിലും ചെയ്തോ? അപ്പോൾ അവിടെ കശുവണ്ടി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, റബ്ബർ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. പലതരം പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന
നമ്മുടെ മാവേലിക്കര. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ കുറിച്ചുള്ള പലതരം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുണം, അദ്ദേഹം സുപരിചിതനായിട്ടുള്ള ഒരാളാണ്, എല്ലാവരുമായിട്ടും ബന്ധമുള്ള ഒരു കോൺഗ്രസ് ലീഡറാണ്. അരുൺകുമാറിൻ്റെ കാര്യത്തിൽ അരുൺകുമാർ ഒരു താരതമ്യേന ഒരു ചെറുപ്പക്കാരനും പുതുമുഖവുമാണ്. അപ്പോൾ എൻ്റെ ഒരു പരിചയപ്പെടുത്തൽ പോലെയുള്ള സംഗതികളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവസാന മൊമെൻറ്റിൽ എനിക്ക് തോന്നുന്നു അവിടെ ഈ എന്താണ് കൊടിക്കുന്നിൽ കുറച്ചൊരു ഒരു 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 ആത്മവിശ്വാസത്തിലാണെന്ന് തോന്നുന്നു മാവേലിക്കരുടെ കാര്യത്തിൽ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആളുകളുടെ മടുപ്പ് എങ്ങനെയാണ് അടിയൊഴുക്കായി പ്രവർത്തിക്കുക എന്ന് നമുക്കറിയില്ല. കൊല്ലത്തേക്ക് വരുമ്പോഴും പ്രേമചന്ദ്രനെ വീഴ്ത്താം എന്നൊരു പൂർണ്ണമായ കോൺഫിഡൻസ് ലെഫ്റ്റ് ക്യാമ്പിനുണ്ട് എന്നിപ്പോൾ നമ്മൾ കാണുന്നില്ല. പ്രേമചന്ദ്രനെ ഒന്ന് ഒലയ്ക്കാൻ പറ്റുമായിരിക്കും, വോട്ട് കുറയ്ക്കാൻ പറ്റും എന്നതിലാണ് അവരിപ്പോഴും ഫോക്കസ് ചെയ്തെന്ന് തോന്നുന്നു. അവിടുത്തെ ഒരു ടോട്ടൽ മൂഡ് കണ്ടതാണ് തോന്നുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മോദിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അദ്ദേഹം റൈറ്റ് വിങ്ങിന് കൊടുക്കുന്നൊരു മെസ്സേജുണ്ട്. മുസ്ലിം വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ മുസ്ലിം എന്താ പറയുന്നത് ഏരിയയ്ക്ക് കൊടുക്കുന്ന മെസ്സേജുണ്ട്. അങ്ങനെ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനം എടുത്തിട്ട് അതിനെ പരമാവധി എൻകാഷ് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. അത് ഗുണപ്പെടാനുള്ള സാധ്യതയാണ് അവിടെ കൂടുതലുള്ളത്. പിന്നെ തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ പിന്നെ പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ഒരു വിചിത്രമായ മണ്ഡലമാണ് പത്തനംതിട്ട. എന്ന് വെച്ചാൽ അവിടെ നോക്കൂ, ഇപ്പോൾ ഈ ഇവർ കേരള കോൺഗ്രസ് ഇപ്പുറത്തേക്ക് മാറിയതിന് ശേഷം പത്തനംതിട്ടയ്ക്കകത്ത് 7 നിയമസഭാ മണ്ഡലമുണ്ട്. 7 നിയമസഭാ മണ്ഡലത്തിൽ 7 എണ്ണവും ഇടതുപക്ഷത്താണ്. പക്ഷേ അവിടുത്തെ MP ആന്റോ ആൻ്റണി UDF-കാരനാണ്. ഇത്തവണ ആന്റോ ആൻ്റണി അവിടെ വലിയ നേരത്തെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ആളുകളുടെ മടുപ്പ്, ഒരു MP-യുടെ പ്രവർത്തനത്തോടുള്ള വിയോജിപ്പൊക്കെ ആളുകൾക്ക് നല്ലവണ്ണമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട. ഞാനും പത്തനംതിട്ടയിലെ വോട്ടറാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാവും. ഐസക്കിനെ പോലെ ഒരാളെയാണ് അവിടെ ഇവർ ഫീൽഡ് ചെയ്തിരിക്കുന്നത്. ഐസക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ കരിയർ അറിയാം. അദ്ദേഹം ഇനി ലോക്സഭയിൽ പോയാൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ തരും തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അവിടെ സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഫൈനലി അത് ആ മണ്ഡലത്തിൻ്റെ പൊതുസ്വഭാവം കാണിക്കും എന്നുകൂടി തോന്നുന്നുണ്ട്. അവിടെ ആന്റണിയുടെ മകൻ NDA സ്ഥാനാർത്ഥിയാകുന്നത് സംബന്ധിച്ചുള്ള ഒരു സംസാരമൊക്കെ ഉണ്ട്. അവിടെ പോയി ആൾക്കാരോട് ചോദിച്ചാൽ ആളുകൾ പരിഗണിച്ചിട്ടേ ഇല്ല, ഒരു നിലയ്ക്കും പരിഗണിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൂടുണ്ടല്ലോ, ആ മൂടിൻ്റെ പാതിയിലെത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് നമുക്ക് ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവില്ല. കാരണം ഈ പറയുന്ന പോലെ BJP എന്ന് പറഞ്ഞ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ആളുകൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെയുള്ള വ്യക്തികളാണ്. സുരേഷ് ഗോപി ഒരു വ്യക്തിയാണ്, രാജീവ് ചന്ദ്രശേഖരൻ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു മൂഡാണ്. അങ്ങനെ V മുരളീധരൻ വ്യക്തിയാണ്, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വ്യക്തി നിലയ്ക്ക് അവർ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രൊഫൈലിൻ്റെ ഒരു അളവുകൾ എടുത്ത് വെച്ച് നോക്കിയാൽ അനിൽ ആൻ്റണി ആരാണ്? ഒന്നും പ്രൂവ് ചെയ്യാത്ത, വർത്തമാനം പറയുമ്പോൾ പോലും എന്താ പറയുന്നത്, അബദ്ധങ്ങൾ, രാഷ്ട്രീയ ശരികേടുകൾ, എന്താ പറയുന്നത്, ഒരു ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവാദത്തിന് പോലും ശേഷിയില്ലാത്ത വിധം ദുർബലനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. ആൻ്റണിയുടെ മകൻ അനിൽ K വരെ ഉള്ളെങ്കിൽ അദ്ദേഹം ഒന്നുമല്ല, അനിൽ K ആൻ്റണിയും കൂടി ചേരുമ്പോൾ മാത്രം പൂർണ്ണനാവുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ആ നിലയ്ക്ക് വിലമതിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അനിൽ K ആൻ്റണിയെ പോലെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥി വന്നത് ഫൈനലി ലെഫ്റ്റിൻ്റെ വിജയമോഹങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് എന്ന് വിചാരിക്കണമെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് തെക്കൻ കേരളത്തെക്കുറിച്ച് മൊത്തത്തിൽ തോന്നുമ്പോൾ പറയാൻ തോന്നുന്ന കാര്യം. നമ്മൾ ഈ പറയുന്നത് പൂർണ്ണാർത്ഥം ശരിയായിരിക്കണമെന്നില്ല, നമുക്ക് തോന്നുന്ന പെട്ടെന്ന് പിടികിട്ടുന്ന സംഗതികളാണ്.